71ാമത്തെ നെഹ്റു ട്രോഫി ആരുടെ കരയിലേക്കായിരിക്കും കൊണ്ടുപോകുന്ന എന്നാണ് ആവേശമാണ് ഉള്ളത്. ലിജോയും കൂടെ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, ആവേശത്തിന്റെ ഓളപ്പരപ്പിൽ തന്നെയാണ് പുന്നമടക്കായലുള്ളത്. 71ാമത് നെഹ്റു ട്രോഫിയിൽ ആരായിരിക്കും മുത്തമിടുക? കൈനഗിരിയാണോ, അതോ തലവടിയാണോ, നിരണം ബോട്ട് ക്ലബ്ബാണോ, പള്ളാത്തുരുത്തിയാണോ, UBC കൈനഗിരിയാണോ എന്നതടക്കമുള്ള ആവേശപരമായ ചോദ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഒട്ടേറെ ആരാധകരുമുണ്ട്. അപ്പോൾ ആരാധകരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ലിജോ? മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. 2 മണിയോടുകൂടെ തന്നെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് മന്ത്രി സജി ചെറിയാനും ഒപ്പം തന്നെ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസുമാണ്. ഈ ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് തന്നെ ചുണ്ടൻ വള്ളങ്ങളെല്ലാം അണിനിരുന്നുകൊണ്ടുള്ള ഒരു മാസ് ഡ്രിൽ നടക്കും. അതിന് തൊട്ട് പിന്നാലെ 3 മണിയോടുകൂടെ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് ആരംഭിക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് 21 ചുണ്ടൻ വള്ളങ്ങൾ അണിനിരക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുണ്ട്. അതിൽ ആദ്യത്തെ ഹീറ്റ്സിൽ അണിനിരക്കുന്നത് 4 ചുണ്ടന്മാരാണ്. കൈനഗരി ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആനാരി, ഒപ്പം തന്നെ സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കലയപുരം തുഴയുന്ന വെള്ളംകുളങ്ങര, മാങ്കൊമ്പ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കരുവാറ്റ ശ്രീവിനായകൻ, കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന കാരിച്ചാൽ ചുണ്ടൻ കഴിഞ്ഞ തവണ തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആയിരുന്നു. അവരായിരുന്നു ഈ മില്ലി സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ 1ാം സ്ഥാനം നേടിയത്. ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചുണ്ടൻ ഇത്തവണയും കാരിച്ചാലിന് തുഴക്കാർ മാറിയെങ്കിൽ പോലും കപ്പടിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. 2ാമതെത്തുന്ന സമയത്ത് അത് പാർട്ടിയേറിയ ഒരു ഹീറ്റ് തന്നെയാണ്. കരുവാറ്റ ചുണ്ടൻ എത്തുന്നുണ്ട്, ഒപ്പം തന്നെ ചെറുതനെ എത്തുന്നുണ്ട്, നടുവിലെ പറമ്പൻ എത്തുന്നുണ്ട്, പായിപ്പാടൻ നമ്പർ 2 എത്തുന്നുണ്ട്. 3ാമത്തെ ഗേറ്റിലേക്ക് എത്തുമ്പോൾ ചമ്പക്കുളവും തലവടി ചുണ്ടനും മേൽപ്പാടനും ആലപ്പാടനും എത്തുന്നു. 4ാമത്തെ ഗേറ്റ് വീണ്ടും വാശിയേറുന്ന ഒന്നായി തന്നെ മാറും. സെന്റ് ജോർജ് എത്തുന്നുണ്ട്, നടുഭാഗം എത്തുന്നുണ്ട്. പുന്നമട ബോട്ട് ക്ലബ്ബാണ് നടുഭാഗത്തിന് ഇത്തവണ തുഴയുന്നത്. മേൽപ്പാടം ആണ് ഇത്തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്നത്. 4ാമത്തെ ഗേറ്റ് അങ്ങനെ 5ാമത്തെ ഗേറ്റിൽ 3 വള്ളങ്ങളാണ് ഇറങ്ങുന്നത്. സിംഹയൻസും ജവഹർ നായകരിയും പായിപ്പാടൻ നമ്പർ 1 6ാമത്തെ ഗേറ്റിലാകട്ടെ 2 ചുണ്ടൻ BM-നും ഒപ്പം തന്നെ ആയാപ്പറമ്പ് പാണ്ഡ്യയുമാണ് ഇറങ്ങുന്നത്. ഈ 6 ഗേറ്റിൽ നിന്നും ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന 4 ചുണ്ടന്മാരായിരിക്കും 5:30 നടക്കുന്ന ഫൈനലിലേക്ക് എത്തുക. ഈ ചുണ്ടന്മാരുടെ ഹീറ്റ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തെക്കനോടി ഉൾപ്പെടെയുള്ളവയ്ക്ക്, തെക്കനോടി കെട്ടുവള്ളം ഉൾപ്പെടെയുള്ളവയുടെ ഫൈനൽ മത്സരങ്ങളായിരിക്കും ആരംഭിക്കുക. ഒരു 6:30 ഇത്തവണത്തെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വിജയി ആരാണ്, അല്ലെങ്കിൽ പുന്നമടക്കായലിലെ ജലരാജാക്കന്മാർ ആരാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. 6 മണി വരെ നമുക്ക് കാത്തിരിക്കണം ലിജോ. ആരാണ് ജലരാജാവ് എന്നറിയാൻ. 2024 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൽ തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ ആണ് അന്ന് 2024 വിജയിച്ചത്, കപ്പിൽ മുത്തമിട്ടത്, പ്രസിഡൻഷ്യൽ ട്രോഫി വാങ്ങിയത് അവരാണ്. നെഹ്റു ട്രോഫിയിൽ ക്യാപ്റ്റൻ, അന്ന് പള്ളാത്തുരുത്തിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അലൻ മൂന്നുതെക്കലായിരുന്നു. അന്ന് 2024 കാരിച്ചാൽ ചുണ്ടൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. 2023 കാരിച്ചാലിൽ നേടുന്നതിന് മുൻപ് വിയ്യപുരം ബോട്ട് ക്ലബ്ബ്, വിയ്യപുരത്തെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ഒട്ടനവധി ആരാധകരുണ്ട് വിയ്യപുരത്തിന്. അന്ന് വിയ്യപുരത്തിൻ്റെ ക്യാപ്റ്റനായിരുന്ന അലൻ തന്നെയായിരുന്നു 2024 കാരിച്ചാലിന് വേണ്ടി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന് വേണ്ടി അന്ന് മത്സരിച്ചത്. അന്ന് അവർ നേടി. 2022 മഹാദേവി കാട്ടിൽ തെക്കേതിലാണ് കിട്ടിയത്. 2019 നടുഭാഗവും 2018 പായിപ്പാടനെയും ജവഹർ തായങ്കരിയും ഒന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവരൊക്കെ വലിയ ചടുതിലയോടെ മത്സരിച്ച് റെക്കോർഡുകൾ ഭേദിച്ച ചുണ്ടൻ വള്ളങ്ങളാണ്. ശ്രീഗണേഷും ഒപ്പം തന്നെ ജവഹർ തായങ്കരിയും കാരിച്ചാലും പായിപ്പാടനും നടുഭാഗവും ഒക്കെ വലിയ രീതിയിൽ റെക്കോർഡുകൾ ഭേദിച്ച ചുണ്ടൻകളാണ്. അപ്പോൾ ഇത്തവണ ആരായിരിക്കും ഇതിൽ മുത്തമിടുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏതായാലും വൈകിട്ട് 6 മണി വരെ നമുക്ക് കാത്തിരിക്കാം. ആരാണ് പുന്നമടക്കായലിലെ ജലരാജാവൻ?